നമ്മുടെ അഖീദ നമ്മൾ ആദ്യം ഉറപ്പിക്കുക. എന്നിട്ടാണ് ദഅവത്തുമായി ഇറങ്ങേണ്ടത്. അല്ലാതെ ഒന്നും പഠിക്കാതെ നമ്മൾ ദഅവത്തുമായി ഇറങ്ങിയിട്ടെങ്കിൽ നമ്മൾ തെറ്റിപ്പോണത് നമ്മൾ അറിയുകയില്ല. അതുകൊണ്ട് 10 അസ്ലുകളിൽ ഒന്നാമത്തെ അസ്ല് അൽ ഇഹ്തിമാമു വൽ ഇനായത്തു ബിതലബിൽ ഇൽമി ശർഈ. ശർഈയായ ഇൽമ പഠിക്കാനുള്ള അങ്ങേയറ്റത്തെ ശ്രദ്ധ, അതിൽ കൊടുക്കുന്ന അങ്ങനത്തെ പ്രാധാന്യം, അതാണ് സലഫി ദഅവത്തിന്റെ ഒന്നാമത്തെ അസ്ൽ. കുറച്ചുകൂടെ ദീനിലേക്ക് ഇൽമിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഉസൂൽ സലാസ പോലെ, ഖവായിദ് അർബഅ പോലെ, കശ്ഫ് ശുബ്ഹാത്ത് പോലെ, നവാഖിദുൽ ഇസ്ലാം പോലെ, കിതാബ് തൗഹീദ് പോലെ, അഖീദത്തുൽ വാസിത്തിയ്യ പോലെ, അഖീദ ത്വഹാവിയ്യ പോലെ ഒക്കെയുള്ള ഗ്രന്ഥങ്ങളെ പഠിക്കാൻ ഏതു സാധാരണക്കാരും ശ്രദ്ധിക്കണം. അതിൽ ശരിയായ അഖീദയുണ്ട്. അത് നമ്മളൊക്കെ നാടന്മാരാണ്, നമുക്കത് മനസ്സിലാവില്ല എന്നല്ല. അതൊക്കെ പരിഭാഷകളുണ്ട്, മലയാളത്തിൽ വായിച്ചാൽ മതി. അറബി കിതാബിനെ വായിച്ചോളുന്നില്ല, അതിനൊക്കെ പരിഭാഷ ലഭ്യമാണ്. ആ പരിഭാഷകൾ വായിക്കാം. അതിന് ദർസുകൾ ലഭ്യമാണ്, ക്ലാസ്സുകൾ ലഭ്യമാണ്. യൂട്യൂബിൽ കയറിയ ഏത് ഭാഷയിലും ഇതിലൊക്കെ ക്ലാസ് കിട്ടും. ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്, അറബിയിലുണ്ട്. ഏത് ഭാഷയിലും ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ദർസുകൾ നമുക്ക് ലഭ്യമാണ്. നമുക്ക് വിശ്വസിക്കാവുന്ന അഖീദയിൽ ശരിയാണ് ഉറപ്പുള്ള ഉസ്താദുമാരുടെ പണ്ഡിതന്മാരുടെ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തി